ന്യൂസ് 16 കേരള. ലബനന് നേരെയുള്ള യുദ്ധസന്നാഹം ശക്തമാക്കി ഇസ്രായേൽ. ലബനന് നേരെയുള്ള യുദ്ധസന്നാഹം ശക്തമാക്കി ഇസ്രായേൽ. അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ഇസ്രായേൽ നീക്കം. ഹിസ്ബുള്ളയുമായുള്ള തുറന്ന യുദ്ധം മേഖലായുദ്ധമായി മാറുമെന്ന അമേരിക്കൻ മുന്നറിയിപ്പ് അവഗണിച്ചാണ് അതിർത്തിയിൽ യുദ്ധസന്നാഹങ്ങൾ ഇസ്രായേൽ വിപുലമാക്കുന്നത്. ഇസ്രായേൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉന്നതതല സംഘം അമേരിക്കയിൽ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, ദേശീയ സുരക്ഷാ വിഭാഗം മേധാവി ജെയ്ക്ക് സല്ലിവൻ എന്നിവരുമായി ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ലെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ ആയുധങ്ങൾ ലഭിച്ചാൽ ഹമാസിനെയും ഹിസ്ബുള്ളയെയും അമർച്ച ചെയ്യാനാവുമെന്ന നിലപാടിലാണ് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഹിസ്ബുള്ള ആക്രമണത്തിന് പ്രത്യാക്രമണമായി ലബനിലെ അൽ ജബൽ, തൊയ്ബെ, തലൂസ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ പോർവിമാനങ്ങൾ ബോംബിട്ടു. ഇറാന്റെ മിലിഷ്യയായ ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്താൻ ലോകം ഇസ്രായേലിനൊപ്പം ഉറച്ചു നിൽക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാസ് ആവശ്യപ്പെട്ടു. ലബനാന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഹിസ്ബുള്ള പൂർണ്ണ സജ്ജമാണെന്നും ഇസ്രായേൽ നീക്കം മേഖലാ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നും ഇറാൻ പ്രതിനിധി സംഘം യുഎന്നിന് മുമ്പാകെ വ്യക്തമാക്കി. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയൻ സൈപ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇതിനിടെ റഫേലെ അഭയാർത്ഥി ക്യാമ്പ് ഉൾപ്പെടെ ഗസയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നരമേധത്തിൽ 50 പേരിലേറെ മരണപ്പെട്ടു. 100-ലേറെ പേർക്ക് പരിക്കുണ്ട്. വെസ്റ്റ് ബാങ്കിൽ 2 ഫലസ്തീനികളെ സൈന്യം കൊലപ്പെടുത്തി. നിരവധി പേരെ അറസ്റ്റ് ചെയ്തു. ഗസയിലേക്ക് സഹായം എത്തിക്കാൻ യാതൊരു നീക്കവും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ലെന്ന് യുനർവ മേധാവി ഫിലിപ്പെ ലസാരിനി പറഞ്ഞു. അതേസമയം വെടിനിർത്തൽ ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ ഥാനി മാഡ്രിഡിൽ പറഞ്ഞു. പിന്നിട്ട ദിവസങ്ങളിലെ തിരിച്ചടി മറികടന്ന് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുള്ള ശക്തമായ നീക്കം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച് അർമേനിയയും രംഗത്ത് വന്നു. അതേസമയം ഗസ നയത്തിൽ പ്രതിഷേധിച്ച് US സ്റ്റേറ്റ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ രാജിവെച്ചു. US സ്റ്റേറ്റ് വകുപ്പിലെ ഇസ്രായേൽ ഫലസ്തീൻ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി ആൻഡ്രൂ മില്ലറാണ് രാജിവെച്ചത്. ഇത് ബൈഡൻ ഭരണകൂടത്തിന് പുതിയ തിരിച്ചടിയായി. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.